വലിയൊരു വെള്ളപ്പൊക്കത്തിൽ ആ ദേവാലയം പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയും ആ ദേവാലയത്തിലെ ഈ അമ്മയുടെ ഛായാചിത്രം അത് വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോകുകയും ചെയ്തു. കാറ്റും കോളും വന്നു. അപ്രതീക്ഷിതമായി വഞ്ചി നേരെ മറിയുകയാണ്. ആ അമ്മ തൻ്റെ 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആഴിയുടെ ആഴങ്ങളിലേക്ക് ഇങ്ങനെ താഴേക്ക് വീഴുമ്പോൾ, എൻ്റെ വല്ലാർപാടത്തമ്മേ, നീ എന്നെ രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ എന്നും നിനക്ക് അടിമയായി ജീവിച്ചു കൊള്ളാം. അന്ത്യകർമ്മങ്ങൾ നടത്താൻ പോലും ആ ശരീരങ്ങൾ നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന ഗദ്ഗതങ്ങളും കേൾക്കാമായിരുന്നു. അമ്മയുടെ ഒരു ദർശനം എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുവൻ പള്ളിമേടയിലേക്ക് ഓടി വരുന്നുണ്ട്. അച്ഛനും ആ വ്യക്തിയും വേറെ കുറച്ചധികം പേരും കൂടെ ഈ അമ്മ അവന് ചൂണ്ടിക്കാണിച്ചിടത്തേക്ക് യാത്രയാവുകയാണ്. കരയിൽ കാത്തുനിന്നവർക്കും കരയിലേക്ക് ഈ 2 ശവശരീരങ്ങളെ കൊണ്ടുവന്നവർക്കും വിശ്വസിക്കാനായില്ല. കാരണം ജീവനോടെ ഇതാ ഈ അമ്മയും കുഞ്ഞും ആ കായലിൽ നിന്ന് കരയിലേക്ക് വരികയാണ്. പ്രിയമുള്ളവരെ, അമ്മയുടെ ഇടപെടലിലൂടെ രക്ഷപ്പെട്ടവളാണ് ഞാൻ. ഈ അമ്മയും മകനും എന്നും ആ അമ്മയ്ക്ക് പാദസേവ ചെയ്യാമെന്ന് അവൾ അവിടെ വെച്ച് വ്രതമെടുക്കുകയും ആ വ്രതം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുകയാണ്.